ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഹൈദരാബാദ് ടു എറണാകുളം ആട്ടോ പോകുന്നത്. ഏകദേശം 1300 കിലോമീറ്റർ 23 മണിക്കൂറാണ് ഞങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങളുടെ എക്സ്പെൻസ്, ഫുഡ് അതെല്ലാമാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് കാണാം. നമ്മുടെ ബോർഡിംഗ് പോയിന്റ് പറഞ്ഞേക്കുന്നത് മിയാപ്പൂരാണ് കേട്ടോ. പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ട്. 2 മണിക്ക് അവിടെ എത്തണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിൽ പോയിട്ട് കുറേ ദിവസം ഈ ജേണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ പോകാറുള്ളത് ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ബസ്സാണ്. ആൻവിക്ക് ഓൾമോസ്റ്റ് 3 വയസ്സ് ആകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രത്തോളം റിസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിളുണ്ട്. മാക്സിമം നല്ലൊരു ട്രിപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു. രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാനും കിടക്കാനും ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ട് അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സീറ്റ് പ്രോപ്പർലി സെൻറ്റർ ആയിട്ടുള്ള സീറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാക്ക് സീറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരുപാട് കുലുക്കുമായിരിക്കും. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞങ്ങൾ ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു സിറ്റി ലൈഫ് മാറി ഒരു വില്ലേജ് വൈബിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മലകളും പുഴകളും പാടങ്ങളും എല്ലാം ഇപ്പോൾ കാണുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല ഈ ഏരിയയിൽ. രാവിലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേനും ആൻവിയാണെ നേരത്തെ എണീറ്റ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ നല്ല മഞ്ഞുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് സേലം ഹൈവേ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാവൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 മണിക്കൂറിനോളം അധികമായിട്ടുണ്ട്. നാട്ടിലോട്ടുള്ള ദൂരം കുറഞ്ഞു വരുവാണ്. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന എക്സ്പെൻസ്, ബ്രേക്ക് ടൈം എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. ഇപ്പം ഏകദേശം 11:15 ഏകദേശം ഒരു 20-21 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. 6 മണി ഒരു 10 മിനിറ്റ് അവർ സ്നാക്ക് ബ്രേക്ക് ആയിട്ട് നിർത്തിയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ രാത്രി 9 മണിയായപ്പോഴത്തേക്കാണ് നമ്മൾ ഡിന്നറിനായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ കയറി. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഉറങ്ങുമായിരുന്നു. പിന്നെ നമുക്കധികം ഇടയ്ക്ക് ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നിർത്തുന്നത്. പക്ഷെ നമ്മൾ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒന്ന് വിളിച്ചായിരുന്നു. 2:30 മണി സമയത്ത് വിളിച്ചായിരുന്നു. സോഫാർ ഇതുവരെ നമുക്ക് നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിർത്തി, അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിൻ പ്രശ്നം ബാത്റൂം. ചിലയിടത്തെ ബാത്റൂമൊന്നും കുഴപ്പമില്ല, പക്ഷെ ചിലയിടത്തെ ബാത്റൂമൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. നമ്മളിനിയിപ്പം ഒരു 2 മണിക്കൂറുടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊച്ചി എത്തും. നമ്മൾ ബസ്സിൽ വരുന്നതിന് ഒരു റീസൺ ഉണ്ട്. ട്രെയിനിൽ പോകുന്നതായിരുന്നു ആദ്യമേ പ്ലാൻ ചെയ്തത്. നമ്മൾ സാറ്റർഡേ ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, സൺഡേ വരാമെന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ട്രെയിനിലൊന്നും ടിക്കറ്റ് അവൈലബിൾ അല്ല. ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് നമുക്ക് 10,000-12,000 ഒക്കെ ആയിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടത്. അതുമാത്രമല്ല ആൻവിക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ ബസ് കംഫർട്ടബിൾ. ഞാനാദ്യം വിചാരിച്ച് നമുക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇത്രയും ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാൾക്ക് ഏകദേശം ഒരു 3,000-3,200 റേഞ്ചൊക്കെ ടിക്കറ്റ് വരുന്നുള്ളൂ. അത് നമുക്ക് കംഫർട്ടബിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. 3,200 രൂപയ്ക്ക് നമുക്ക് ഹൈദരാബാദ് ടു എറണാകുളം വരെ വരാൻ പറ്റും. സോഫാർ ഓക്കെ ആണ്.